ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ കളിക്കുന്ന ബേബി ഇൻ യെല്ലോ എന്ന് പറഞ്ഞ ഗെയിമാണ്. ഇതിൽ നമുക്കൊരു കുട്ടീനെ നോക്കണം. അത്രേ ഉള്ളൂ ഗൈസ്. ഗെയിം അത്ര പാടൊന്നുമില്ല ഗൈസ്. അപ്പം നമുക്ക് നമ്മുടെ കളിയൊക്കെ അങ്ങോട്ട് തുടങ്ങാം. ഒന്ന് കുട്ടീനെ എടുക്കാം. എന്താ എടുക്കാൻ പറ്റുന്ന എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ബോട്ടിലായിരുന്നു എടുത്ത് കൊടുക്കണ്ടേ. നമുക്ക് ബോട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കാം. ബോട്ടിൽ ഇവിടെയാണെന്ന് തോന്നുന്നത്, ഫ്രിഡ്ജിലാണെന്ന് എഴുതി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ബോട്ടിൽ എടുത്തിട്ട് ആ കുട്ടിക്കൊന്ന് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ അത് കരയും. അത് കുട്ടി കിടക്കിരുന്ന് ഇപ്പോൾ എണീറ്റിരുന്ന ഇതിനെന്തോ മാന്ത്രിക ശക്തി ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നമുക്ക് കുട്ടിക്ക് പാല് കൊടുത്തിട്ട് ഇതെന്തോ പച്ച കളർ പുക വിടുന്നുണ്ട്. നമുക്ക് കുട്ടീനെ എന്താ ചെയ്യണ്ടേ വായിക്കിട്ടൊന്ന് ടേക്ക് ബേബി ചേഞ്ചിങ് ടേബിളിലോട്ട് കൊണ്ടുപോകണം. ഇതെന്താ സംഭവം? കുട്ടി ഇരുന്ന് കറങ്ങിയിരുന്ന ഇതെന്താ സംഭവം എന്ന് പറഞ്ഞോട് കുട്ടി ഇരുന്ന് കറങ്ങുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ ചേഞ്ചിങ് ടേബിളിലോട്ട് കൊണ്ടുപോകാം. ഇവിടെയാണെന്ന് തോന്നുന്നു. എന്താ കുട്ടിയെ തന്നെ വേണം. ഞാൻ വെച്ചതിൻ്റെ ഒരു കുഴപ്പമില്ല. കുട്ടീനെ എടുക്കാൻ പറ്റുമോ? അല്ല ഗൈസ്, നമ്മൾ ആ ടാസ്ക് കഴിഞ്ഞിരിക്കുന്നുണ്ട്. വേറെ എന്താണ് ഡൈപ്പർ എടുക്കാൻ പറയുന്നുണ്ട്. ഡൈപ്പർ ഇവിടെ ഉണ്ട്. നമുക്ക് ഡൈപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുട്ടി എവിടെ? നീ എങ്ങാനും അങ്ങനെയൊക്കെ ചെയ്ത ഇതിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. പാവത്തിനെ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? ഇത്രയ്ക്കും പവറാണ്. ടെലിപ്പോർട്ടേഷൻ്റെ ഒക്കെ പവറാണുള്ളത്. നമുക്കിനി കുട്ടീനൊന്ന് മറ്റേ സാധനം ഇട്ട് കൊടുക്കണം. ആ സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കുട്ടീനെടുത്ത് ഇങ്ങോട്ടോ കൊണ്ടുപോയി വെക്കണം. ഇതെന്താ? എനിക്കൊരു സാധനം തോന്നുന്നുണ്ട്. എന്നെ കാണുമ്പോൾ അതിൻ്റെ മൂന്നാണെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നുന്നു. ഇങ്ങോട്ടൊന്നും ഇടാൻ പറ്റൂലേ? ആ ഗൈസ്, ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇല്ല ഗൈസ്, പറ്റുന്നില്ല. വീണ്ടും നോക്കട്ടെ ഗൈസ്, കുറേ ശ്രമിക്കുക. ഇല്ല ഗൈസ്, ആയില്ല. വീണ്ടും നോക്കി നോക്കാം. ഗൈസ് അവിടെ ഇരിക്കുന്നുണ്ട്. ഗൈസ് പോയി. ഗൈസ് അവിടെ പറന്നൊന്ന് മതിലിടിച്ച് ഗൈസ്. അതിൻ്റെ മുഖമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റെപ്പിലോട്ട് കൊണ്ടുപോയിടാം. കുട്ടി ഇരുന്ന് ഭയങ്കര റൈഡിങ്ങിലാണ് ഗൈസ്. കുട്ടീനെ എടുത്തിട്ട് ഇട്ട് ഇനി നമുക്ക് സ്റ്റോറി വായിച്ചു കൊടുക്കണം ഗൈസ്. ദ പ്രിൻസ് ആൻഡ് ദ കാറ്റ്, അതൊന്ന് വായിച്ചു കൊടുക്കാം ഗൈസ്. ഇതിൽ സ്കിപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട് എന്ന് തോന്നുന്നു. ഉണ്ട് ആയിരിക്കുന്നത് ട്രയാങ്കിൾ പോലത്തെ സാധനം സ്കിപ്പ് ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ കുട്ടിയൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ട്. നമുക്ക് വാതിലടച്ച് പോവാം ഗൈസ്. ടി വി കാണാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ടി വി കാണാം. വെറുതെ ഒരു വെളിച്ചം കണ്ടിരിക്കുക. അതാ ഗൈസ്, ഇതെന്താ സംഭവം? അത് മറ്റേതൊന്ന് ഫ്രീ സോൾ എന്ന് പറഞ്ഞ സംഭവം അത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടന്നുറങ്ങാം. എണീച്ച് നൈറ്റ് 1 എപ്പോൾ എന്താ കഴിയാത്ത? നമ്മൾ വീണ്ടും എണീച്ച നൈറ്റ് 1 തന്നെയാണ്. കുട്ടി ഇരുന്ന് കരയുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ഇതെന്താ ഒരു പൂച്ച അങ്ങോട്ടായിരിക്കും ചിലപ്പോൾ കുട്ടി പോയത്. എന്താ ലോക്കഡാണ്. മുകളിലോട്ട് എന്തോ വഴിയുണ്ട്. എന്താ കുട്ടീൻ്റെ എന്തെങ്കിലും റൂം തന്നെയായിരിക്കും. നമുക്ക് ഇവിടുന്ന് പോവാം. ഇവിടെ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വാതിലടച്ച് ഇവിടുന്ന് പോവാം. നമുക്ക് അങ്ങോട്ട് കയറാം. കുട്ടി ഇവിടെ ഇല്ല. കുട്ടി ഇവിടെ അല്ലെങ്കിൽ പിന്നെ എവിടെയാ? കുട്ടി ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുന്നു. നീ വികൃതി കളിക്കും. നീ വികൃതി കളിക്കും. അത്രയ്ക്ക് സ്റ്റെപ്പ് ഇങ്ങോട്ടിടാം ഗൈസ്. എന്നാൽ പിന്നെ ശിക്ഷയൊക്കെ കുറേ ആയിക്കോളൂ.
ഇതെന്തോ സംഭവം? ടോയ്, മറ്റേ ടോയിൻ്റെ. ഇനി എന്താണ് നമുക്ക് എന്താണ് ചെയ്യണ്ടേ? പുട്ട് ബേബി ടു ബെഡ്. നമുക്ക് ബെഡിലോട്ട് കൊണ്ടുപോകണം. ഞാൻ അങ്ങനെ വായിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. നമുക്ക് ബെഡിലോട്ട് കൊണ്ടുപോവാം. കുട്ടീൻ്റെ കാലിലൊക്കെ ഒരു പ്ലാസ്റ്റർ ഉണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തോ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി എന്തൊക്കെയോ ഉണ്ട്. ഇനി നമുക്ക് എന്താണ് സ്റ്റോറി വായിച്ചു കൊടുക്കണം? ഇല്ല വേറെന്തോ കൊടുക്കണം. എന്തോ ഒരു സാധനം കൊടുക്കണം. പുഷി എന്നാണ് പേര്. അങ്ങനത്തെ എന്തോ സാധനം ഇതായിരിക്കും ഗൈസ്. ആ റാബിറ്റ് ആയിരിക്കും. റാബിറ്റും ഇല്ല. ഇതായിരിക്കും ഗൈസ്. ഇല്ല, ഇതും ഇല്ല. അല്ലെങ്കിൽ ഇതിനെന്താ വേണ്ടേ? ഗൈസ്, അതിന് ആ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിടന്നുറങ്ങും. സ്റ്റോറിയും വായിച്ചു കൊടുക്കണോ? ഇല്ല, സ്റ്റോറി വായിച്ചു കൊടുക്കണ്ട. നമുക്ക് നേരെ TV കാണാൻ പോവാം. കുട്ടി പോയിട്ടില്ല. കുട്ടി ഇപ്പോൾ എന്താണ് ഭയങ്കര ശാന്തശീലനായിട്ടുണ്ട്. നമുക്ക് നേരെ സോഫയിലോട്ട് പോവാം. സോഫയിൽ നിന്ന് TV കാണാണ്. തളർന്ന് ഈ കുട്ടീനൊക്കെ നോക്കി ഞാൻ എന്തൊന്ന് തളർന്നുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ? നൈറ്റ് 2 നമുക്ക് അത് കളിക്കണം ഗീസ്. നൈറ്റ് 2 എന്താണ് വരിക? കുട്ടി മുകളിൽ തന്നെ ഉറങ്ങിയിരിക്കും. ഇല്ല, കുട്ടി TV ആണെന്ന്. ഞാൻ നോക്കുമ്പോൾ കുട്ടി TV ആണെന്ന്. ഇത് അത്ര ശരിയില്ല. എൻ്റെ TV നീ കാണാനായോ? ശിക്ഷിക്കും ഞാൻ കുറേ. അങ്ങനെ എന്നോടാളി. ഇനി നമുക്കെന്താ ചെയ്യണ്ടേ? ബോട്ടിൽ ഫ്രം ദ ഫ്രിഡ്ജ്. ഇതെന്ത് സംഭവം? ഒരു ഫുട്ബോളാണെന്ന് തോന്നുന്നു. കുട്ടി അത് കയ്യനക്കുന്നു. അത് കുട്ടീൻ്റെ എന്തോ സംഭവമാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ. നമുക്ക് ഇതിന് ഫ്രിഡ്ജൊന്ന് തുറക്കാം. ഇത് താഴെ കിടന്നോട്ടെ. നമുക്ക് എന്താണ് ഫ്രിഡ്ജിൽ നിന്ന് പാലെടുക്കാം ഗൈസ്. വാതിൽ തന്നെയടഞ്ഞ്. അയ്യോ, കുട്ടി ഫ്രിഡ്ജിനകത്തായിരുന്നു ഗൈസ്. കുട്ടി ഫ്രിഡ്ജിനകത്തായിരുന്നു. എന്ത് ചെയ്യും? അയ്യോ, കുട്ടി കുടുങ്ങി ഗൈസ്. ഒന്നിനും വഴിയില്ല. കുട്ടി അവിടെ തന്നെ കടന്നോട്ടെ. എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അതിനടുത്ത് ഇനി പാലെവിടെ എന്തോ. ഗൈസ്, കുട്ടീനെ എനിക്ക് കാണുന്നുണ്ട്. ഗൈസ്, കുട്ടീൻ്റെ കാലിപ്പോൾ പോയിട്ടുണ്ട്. എന്തായാലും ടെലിപ്പോർട്ടേഷനാണ്. എന്താ സംഭവം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രിഡ്ജിനകത്തിട്ടെ. ഗൈസ്, ഇപ്പോൾ ഇത്ര ഹൈറ്റിലോട്ട് കയറി നിന്നിട്ടുണ്ട്. കൊടുത്ത്. ഇനി ഒന്നാമത്തെ രാത്രി പോലെ തന്നെയാണ് ഉണ്ടായത്. ഇനി നമുക്ക് എന്താണ് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളാ കുട്ടീനെ കാലിട്ട് നമ്മൾ ഡൈപ്പർ ഇടണം. ഡൈപ്പർ എന്താ എടുക്കാൻ പറ്റാത്തേ? കുട്ടിയെ നമ്മൾ ഇത്രയും ദൂരത്താണിട്ടേ. കുറച്ചുകൂടി അങ്ങോട്ട് വേണം, എന്നാലേ പറ്റുള്ളൂ. അത് ഉണ്ടായിട്ടുണ്ട്. കണ്ടോ ഷഡ്ഡിക്ക് എന്താണ് ഷഡ്ഡിക്കൊക്കെ കണ്ണ് വെച്ച്. ഇപ്പോൾ കുറച്ച് സൗണ്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ മൈക്ക് കുറച്ച് ദൂരത്ത് പോയതുകൊണ്ടാണ്. ഷഡ്ഡി പോകുന്തോറും ഇങ്ങനെ നീല കളർ സാധനം ഉണ്ട്. എന്തോ സംഭവം ഉണ്ടാവാൻ പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിപ്പോകുന്നു. നമ്മൾ തൊട്ടാ പോലീസ് കളിക്കുകയാണ് ഗൈസ്. അവളെ പേടിച്ച് പൊട്ടെ. തലയിൽ കൂടിയൊക്കെ എന്തൊക്കെയോ കറങ്ങുന്നുണ്ട്. 2 സൈഡിലോട്ടും കണ്ണു അനങ്ങുന്നു. ഇത് വിചാരിച്ച പോലത്തെ ഷഡ്ഡില്ല ഗൈസ്. സൂപ്പർ ഷഡ്ഡിയാണ് ഇത്. നമ്മളെ കുട്ടിക്ക് ഇട്ട് കൊടുത്താൽ പിന്നെ കുട്ടി സീനാവും.
ഈ പ്രാവശ്യം കുട്ടി എന്താണ് ടെലിപ്പോർട്ടായിട്ടില്ല. കുട്ടി നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത്രയ്ക്കൊക്കെ സന്തോഷമല്ലേ, ഞങ്ങൾക്ക് ഇത്രയ്ക്കൊക്കെ സന്തോഷമുണ്ട്. അപ്പം എല്ലാ സന്തോഷവും പോവും. കുട്ടി കറങ്ങി അകത്തോട്ട് പോയിട്ട് നമുക്ക് മാറിക്കാം. എന്താ ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടോ? കുട്ടീൻ്റെ കണ്ണ് ഇപ്പോൾ റെഡായിട്ട് ഉണ്ടക്കണ്ണ് കാണിക്കുന്നു. അല്ലെങ്കിൽ ഉണ്ടക്കണ്ണ് തന്നെയാണ്, പക്ഷേ എങ്ങനത്തെ റെഡ് അവിടെ കിടന്ന് ടടാ. ഭയങ്കര ഫിസിക്സ് ഉള്ള ഗെയിമാണ്, പിന്നെ ഭയങ്കര ഗ്രാഫിക്സും. അപ്പോൾ ഇനി എന്ത് ചെയ്യണ്ടേ? കുറച്ച് ഫ്രൂട്ട്സൊക്കെ തിന്നാൻ കൊടുത്തിട്ടുണ്ട്. ആ ബോൾ എനിക്ക് എടുക്കണം എന്നുണ്ട്. എന്താ സാധനം എന്നൊന്ന് നോക്കണം. ആ ഫുട്ബോൾ പോലത്തെ സംഭവം നമുക്ക് നമ്മുടെ കിടക്കലോട്ട് കൊണ്ടുപോവാം. അപ്പോൾ സ്റ്റോറി ബുക്ക് വായിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കതും ചെയ്യാം. എന്താണ് ദ പ്രിൻസ് ആൻഡ് ദ റാബിറ്റ് എന്തൊക്കെയോ കഥ എല്ലാം സ്കിപ്പ് ചെയ്ത് കളയാം. ഇഷ്ടപ്പെട്ടില്ല ഐസ്. കഥ ഇഷ്ടപ്പെടാത്തതിന് തല്ലി മാറ്റണം. ഇതാ രണ്ടാമത്തെ ദിവസം കുറച്ചുകൂടി മാറിയിട്ടുണ്ടായിരുന്നു. ഇതും വേണ്ട. എന്താ വേണ്ട എനിക്ക്? റാബിറ്റ് ആയിരിക്കും യെസ്. റാബിറ്റ് കാണുന്നില്ല. ഞാൻ മറ്റേ കൊടുത്തില്ല. നമുക്ക് റാബിറ്റ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇത് വീണ്ടും ഇട്ട് കൊടുക്കാം. വേണ്ട, അത് എടുക്കുന്നില്ല. റാബിറ്റ് തന്നെ ആയിരിക്കും എന്തായാലും വേണ്ടേ. ഇതാ ചിരിച്ച് നമുക്ക് വീണ്ടും സ്റ്റോറി പറഞ്ഞു കൊടുക്കണം തോന്നുന്നു. ഇല്ല, ഈ സ്റ്റോറി പറഞ്ഞു കൊടുക്കണം. അവിടെ ബുക്കവിടെ ബുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കഥയും പറഞ്ഞു കൊടുക്കണ്ടേ. ഇനി ഞാൻ വീണ്ടും എന്തെങ്കിലും ചെയ്താ അതിനെ ബെഡിൽ നിന്ന് എടുത്ത് തൂക്കി എറിയും. കഴിഞ്ഞ് സ്വീറ്റ് ഡ്രീംസ് ഗൈസ്. അപ്പോൾ നമുക്ക് താഴോട്ടിറങ്ങാൻ വന്നിട്ട് സോഫയിലിരുന്ന് TV കാണാം. ഗൈസ് എന്തോ ഡെലിവറി വന്നിട്ടുണ്ട് ഈസ്. അപ്പോൾ എന്താ സംഭവം എന്നൊന്നും അറിഞ്ഞൂടാ. ഇതും എടുത്ത് നമ്മളുടെ വീട്ടിനകത്തോട്ടൊന്ന് പോവാം ഗൈസ്. ഇത് നമ്മളെ ഈ ടേബിളിലോട്ടാണ് ഒന്ന് വെക്കണ്ടേ. ഇനി നമുക്കിരുന്ന് TV കാണാൻ സമാധാനം ഗൈസ്. എത്ര പണികളാണെന്നറിയോ കൂടുന്നു. ഓരോ ദിവസവും വെച്ചിട്ട് നമ്മുടെ പണികളൊക്കെ കൂടുന്നുണ്ട് ഗൈസ്. TV ഉണ്ട്. ഇനി ഉറങ്ങി. ഇനി നമുക്ക് നൈറ്റ് 3 കളിക്കാം. ഒരു വീഡിയോ തന്നെ നമ്മൾ നൈറ്റ് 3 എത്തിയിട്ടുണ്ട്. ഹലോ ഗൈസ്, എൻ്റെ മൈക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിപ്പോയി. എവിടെ കുട്ടിയോടെ? ഇത് കുട്ടിയല്ല ഗൈസ്, ശരിക്കും പട്ടിയാണ്. വെറുതെ ഇങ്ങനെ കിതയ്ക്കും ഗൈസ്. എന്താണ് നമ്മളെന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കണം എന്നാണ് ഗെയിമിൽ ഇപ്പോൾ പറയുന്നത്. എന്തെങ്കിലും ഒന്നുമില്ല, ഒരു സാധനം ഉണ്ടാക്കണം ഗൈസ്. എന്താണ് അതിൻ്റെ പേര്? ചീസ് ടോസ്റ്റി എന്നാണ് പേര്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിഞ്ഞൂടാ. എങ്ങനെയായിരിക്കും? ഇവിടെ എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാവും. ചീസ് ടോസ്റ്റ് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും. നമുക്ക് നേരത്തെ ഡെലിവറി ഒക്കെ ഉണ്ടായ സാധനമില്ലേ, അതായിരിക്കും ചിലപ്പോൾ ചീസ് ടോസ്റ്റ്. ചീസ് ഇവിടെ ഉണ്ടല്ലോ, ചീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ചീസ് ടോസ്റ്റി എന്ന പേര്. ചീസുമായിട്ട് എന്തോ ബന്ധപ്പെട്ട് ബ്രെഡ്, നമുക്ക് ബ്രെഡ് വെക്കാം, നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. ഇവർ എന്താണ് കുട്ടീനെ നോക്കിയാൽ മാത്രമല്ല ഗൈസ്, എന്നാൽ നമുക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനും കൂടിയാണ്. ഇനി എന്താ ഉള്ളി ഇടാം ഗൈസ്. എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് തിന്നാം. കുറച്ച് മറ്റേ സാധനം എന്തോ റൗണ്ട് സാധനം. ഇനി അതിന് മുകളിൽ ഒരു ബ്രെഡും കൂടിയും വെക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഭക്ഷണം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് തിന്നാനും പറ്റൂലേ? ഗൈസ് മനസ്സിലായി. എന്തോ
ഒരു ടെക്നിക്കൽ സാധനം. അപ്പോൾ ഇത് തുറക്കാൻ പറ്റുമായിരുന്നു. എന്തോ ഇതിനകത്തും തൊട്ടിട്ടായിരിക്കും മനസ്സിലായി. ബ്രെഡ് ഒരെണ്ണം അതിനകത്തിടാം. ബ്രെഡ് ഒരെണ്ണം അതിനകത്തിട്ട് നമുക്ക് അതിലൊരു ചീസും കൂടി ഇടാം. ചീസ്, പിന്നെ ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്. ഇനി ബ്രെഡ് വീണ്ടും മുകളിലിട്ട് ഗൈസ് ഇപ്പോൾ അമർത്തിയിട്ടുണ്ട്. പുകയൊക്കെ വരുന്നുണ്ട്. അത് പൊട്ടിത്തെറിച്ച് എന്താ ഗൈസ് ഫീഡ് മീ. കുട്ടീനെ തീറ്റിക്കാനായിരിക്കും ഗൈസ്. ഒരു ബ്രെഡ് എടുത്ത് കുട്ടീനെ തീറ്റിക്കുക, അല്ലെങ്കിൽ കുട്ടി ഭ്രാന്ത് പിടിക്കും. കുട്ടി എവിടെ? കുട്ടീനെ കാണുന്നില്ലല്ലോ. കുട്ടി കിടന്നുറങ്ങായിരിക്കും ഗൈസ്. നമുക്ക് പോയി തീറ്റിച്ചിട്ട് വരാം. കുട്ടീനെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ? ലോക്കടോ? കുട്ടി ഒറ്റയ്ക്ക് ലോക്കാ കേസ്. ഞാൻ വളർത്തിയോണ്ട് പെട്ടെന്ന് വളർന്നു കേസ്. എവിടെ? ഇവിടെ ഉണ്ടാവുമോ? ഇല്ല, ഇവിടെയും ഇല്ല. ഇനി എവിടെയാണ് എന്തോ? ഫീഡ് മീ എവിടെയാണ്? എന്താ ചെയ്യേണ്ടത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഗൈസ് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞോളൂ. നമുക്കൊന്ന് മറ്റേതെടുത്ത് കൊടുക്കാം. എന്താണ്? പാലെടുത്ത് കൊടുക്കാനായിരിക്കും. ചിലപ്പോൾ ബ്രെഡ് ഇല്ലായിരിക്കും. എന്താണ്? ഇവിടെ ഒരു വാതിലുണ്ടല്ലോ, തുറക്കാൻ പറ്റൂല. പിന്നെ നമുക്ക് ഇവിടെ ഇട്ടിട്ട് നമുക്ക് പാലെടുക്കാൻ പോവാം. എവിടെ എന്തെങ്കിലും ഉണ്ടാവുമോ? ഇവിടെ എന്തെങ്കിലുമൊക്കെ കുട്ടീനെ കാണുന്നതല്ല. നമ്മൾ പാലെടുത്താൽ ചിലപ്പോൾ കുട്ടീനെ കാണുള്ളൂ എന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് പാലെടുത്ത് കൊടുക്കണം. പാലെവിടെയാണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. പാല് കൊടുക്കണം. വെറുതെ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കായിരുന്നു ഗൈസ്. അപ്പം നമുക്കൊന്ന് ഫ്രിഡ്ജ് വലുതേ ഗൈസ്. നമ്മൾ ഫ്രിഡ്ജ് അങ്ങോട്ട് റിനോവേറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് പോകാം ഗൈസ്. എന്തോ മേസ് പോലെ ഉണ്ട് ഗൈസ്. എന്തോ കറുപ്പ് സ്ഥലം ഓപ്പൺ ചെയ്ത് അപ്പം നമ്മൾ ഇങ്ങോട്ടെത്തി. അവിടെ കുട്ടി ഉണ്ടായിരുന്നു. കുട്ടി നമ്മളോട് ദേഷ്യപ്പെടുന്നു. ദേഷ്യപ്പെടും നീ? ദേഷ്യപ്പെടൂലേ? ഇനി നീ ഒരിക്കലും ദേഷ്യപ്പെടാൻ പോകുന്നത്. ഇതാ ഉള്ളിയൊക്കെ താഴോട്ടിട്ട്. ഓരോ ദിവസം ഞാൻ കുട്ടീൻ്റെ തലയിലോട്ട് ഉള്ളി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് കുറച്ചും കൂടി കുട്ടീനെ അങ്ങോട്ട് അലങ്കരിക്കാം. എന്തൊക്കെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കുട്ടി അത് മാറ്റി ഇതും മുട്ട എടുത്തെറിഞ്ഞിട്ടുണ്ട്. ഇനി മൊത്തം എന്തൊക്കെയോ റൂമേ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ചേഞ്ചിങ് ടേബിളിലോട്ട് കൊണ്ടുപോവാം. ഗൈസ് അവിടെ കിടത്തിയിട്ടുണ്ട്. നമുക്കിതെടുക്കാം. ഇനി അങ്ങോട്ടും പോയിട്ട് അയ്യോ ഇതെന്തപ്പം ഉണ്ടായേ? അത് പ്രേതായി. ആ കുട്ടി ഒന്ന് ഇറങ്ങി ഇങ്ങോട്ടൊന്ന് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അയ്യോ ഗൈസ് ആ സാധനങ്ങളൊക്കെ നമ്മളെ വന്ന് തട്ടുന്നുണ്ട് ഗൈസ്. ഇവിടെ എന്തോ പാമ്പ് പോലത്തെ സംഭവം വന്നിട്ടുണ്ട്. എന്താണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ഇവിടെ ആണെങ്കിൽ ഒരു വഴിയുമില്ല. എന്താണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിഞ്ഞൂടാ ഗൈസ്. ഇതിലെ കൂടെ ആയിരിക്കും നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിഞ്ഞൂടാ. അങ്ങ് മുകളിലോട്ട് കയറിയിട്ട് എന്തോ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ ലോക്കഡാണ്. പക്ഷെ അവിടെ മാത്രം ലോക്കില്ല. അപ്പോൾ ഇവിടെ എന്തോ സാധനങ്ങളുണ്ടാവും. എവിടെ എന്തോ സംഭവമുള്ള എന്തോ മറ്റേ സാധനം കിട്ടി. എന്തോ എമർജൻസി എന്ന് പറഞ്ഞാൽ എന്തോ സംഭവമാണ്. എമർജൻസി എന്തോ സംഭവം. അതെവിടെയാണ് സാധനം? ഇവിടെ കിട്ടിയിട്ടുണ്ട്. എടുത്ത് എന്നാൽ നമുക്ക് ഇതെടുത്ത് എന്താണ് കുട്ടിക്ക് ഇട്ട് കൊടുക്കണമായിരിക്കും. നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീർച്ച കേസ് അത്രയ്ക്ക് പവറിലാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. എന്താ താഴെ കിടക്കുന്നത്? കുട്ടീനെ എടുക്കാം. കുട്ടീൻ്റെ
എന്താണ് മറ്റേ വായ തന്നെന്തോ മറ്റേ സാധനമുണ്ട്. നമുക്ക് കുട്ടീനെ ഉറക്കാൻ കൊണ്ടുപോവാം. ഇനി ആ സമയത്തും കൂടി കുട്ടി നമ്മളെ കൊന്നാലുണ്ടല്ലോ, കൊന്നാലെന്നല്ല നമ്മളെ എന്തെങ്കിലുമൊക്കെ എനിക്കറിയായിരുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്. കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. കുട്ടിക്ക് അനുസരണ വെച്ച് ഒറ്റക്ക് തന്നെ അങ്ങോട്ടൊക്കെ കയറിയിട്ടുണ്ട്. എന്താടാ എടുക്കാൻ പറ്റുമോ? അടുത്തുണ്ട്, അങ്ങോട്ടിട്ട് സ്റ്റോറിയും വായിച്ചു കൊടുക്കാം. മറ്റേ സാധനം വേണം ഗീസ്, പുഷി കോട്ട്. ലേസ് ഇതില്ല, ഇതായിരിക്കും. ഇല്ല, ഇതുമില്ല. അല്ലെങ്കിൽ എന്താ സാധനം? ഇതാണ്. ഇത് തന്നെ. എൻ്റെ കണ്ണുണ്ടോ ഗീസ്? കഥയും വായിച്ചു കൊടുക്കണമായിരിക്കും. ഇനി എല്ലാം അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് കളയാം. ഈ സ്കിപ്പ് ചെയ്തിട്ട് തല്ലുണ്ടാക്കിയാൽ എനിക്ക് ദേഷ്യം വരും. എന്താ അത്? നമ്മളെ കുട്ടിയില്ലായിരുന്നു പണ്ട്, നിനക്കില്ലായിരുന്നു ആ ഡോളൊന്നും വേണ്ടാത്ത? അതൊന്നും എടുത്ത് എന്തൊക്കെയാ എന്നെ പേടിപ്പിക്കുക. എന്താ മുകളിലോട്ട് നമുക്ക് ചിറക് കിട്ടിയ പറക്കുന്നൊക്കെ ഉണ്ട്. മുകളിൽ തന്ന കുട്ടി നമ്മളെ കൊന്നു തോന്നുന്നു. ഗുഡ് നൈറ്റ് ഗൈസ്, ഗുഡ് നൈറ്റ്. അത്രയൊക്കെ ചെയ്ത് പിന്നെ ഗുഡ് നൈറ്റ് കുട്ടി എന്നാ പറയുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഞാൻ തന്നെ തളർന്നുണ്ട് ഗൈസ്. കാരണം ഇങ്ങനത്തെ ഒക്കെ ഗെയിം കളിച്ചാൽ പിന്നെ ഞാൻ തന്നെ തളരാണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്നാണ് വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ചു. എന്തായാലും നല്ല ഗെയിമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എൻ്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും എടുക്കും. ഇന്നലെ ഹൊറർ ഗെയിമായിരുന്നു കളിച്ചത്, ഇന്നും ഹൊറർ ഗെയിമാണ് കളിച്ചത്. അതൊന്നും ഒരു വിഷയമില്ല. എന്തായാലും നമ്മുടെ വീഡിയോ എന്തായാലും സീനായിട്ടുണ്ട്. വീഡിയോ എന്ന് വെച്ചാൽ സീൻ വീഡിയോ. എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക.